ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻഗേജ്മെന്റിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഗായ്സ്. അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു. ഓഡിറ്റോറിയത്തിന്റെ പേര് ഗ്രാൻഡ് അറേന എന്നായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ട് കയറിയതും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടത് ഒരു പമ്പൻ ഐറ്റം എന്നൊക്കെ വേണം പറയാം. ഭയങ്കര രസമായിരുന്നു എൻ്റെ കളറൊക്കെ കാണാൻ. അതായത് നോർമൽ കളർ തന്നെയാണ്, എന്നാലും BMW ഉണ്ട് ഗൈസ് ഞങ്ങൾ. പിന്നെ ഒന്നും തന്നെ പറയാനില്ല, എല്ലാവരും അവരവരുടെ തിരക്കഴിഞ്ഞ് ചിലവർ ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഇതാണ് ഗായ്സ് ഗ്രാൻഡ് അറേന. അങ്കിളും ആൻറ്റി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മ ഫോട്ടോ എടുത്തു തരാൻ അടി ഉണ്ടാക്കുകയായിരുന്നു. പിന്നെ ആരും എടുത്തു കൊടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ആ ഫോട്ടോ അങ്ങ് എടുത്തു കൊടുത്തു. പിന്നെ നമ്മുടെ പ്രധാന ചടങ്ങായ ഫുഡിലോട്ട് നമ്മൾ കടന്നു. ഫുഡാവണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് ആരോ പറഞ്ഞു തുടങ്ങിയ പോലെ ഞങ്ങളും തുടങ്ങി. ആകെ ഇതിൽ നാണമില്ലാതെ കയറിപ്പോവാൻ ഒരു മനസ്സുള്ളത് എനിക്കും എൻ്റെ പപ്പായ്ക്കും ജിബിയായിക്കും ആണ് ഗായ്സ്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരെ പോയുള്ളൂ. ബാക്കിയുള്ളവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഞങ്ങളുടെ നല്ല മനസ്സ് മൂലം ഞങ്ങളിത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് വേണേൽ പറയാം. നല്ല വ്യൂ ആയിരുന്നു. അവിടെ മൊത്തത്തിൽ ഒരു വൈബായിരുന്നു. ഇനിയിപ്പോൾ അകത്ത് നിന്നിട്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഒരു അടാർ ഐറ്റം കണ്ടത്. താഴെയുള്ളവരെ മേളിൽ കൊണ്ടുവരും, മേളിലുള്ളവരെ താഴെ കൊണ്ടുവരും, അങ്ങനെ ഒരു സാധനമാണ്. എന്തായാലും മനസ്സിലായത്. ഇത് കണ്ട സന്തോഷത്തിൽ അകത്തോട്ട് കയറാം എന്ന് പിന്നെയും വിചാരിച്ചു. ഒരു മനസ്സോടെ അകത്തോട്ട് കയറി. അകത്ത് കയറി കഴിഞ്ഞുള്ള ഒരു ടോട്ടൽ വ്യൂ ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ ഇനി ഞങ്ങളുടെ ചിരി പ്രദർശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ടാൻടടായ്. എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഗൈസ്. കണ്ടോ, എൻ്റെ തുള്ളുക വരെയാണ്. കാരണം നമ്മളെ ആരെയും നോക്കാതെ അവിടെ 2 ചേട്ടന്മാരിരുന്ന് അടിപൊളിയായിട്ട് ഗിറ്റാർ വായനയും നടക്കുകയാണ് ഗൈസ്. കീബോർഡും അങ്ങനെ പല പരിപാടികളാണ് നടപ്പുണ്ട്. പിന്നെ നമ്മൾ അവരെയും മൈൻഡ് ചെയ്തില്ല, കാരണം നമ്മളെ മൈൻഡ് ചെയ്യാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. പിന്നെ വെൽക്കമിങ് ആയിരുന്നു ഗൈസ്. ഇനി അവരുടെ പാട്ടിലോട്ട് നമുക്ക് കിടക്കാം. അവരവിടെ നടന്ന് നീങ്ങുമായിരുന്നു, പക്ഷെ നമ്മളതൊന്നും നോക്കാതെ പിന്നെയും തീറ്റിയിലേക്ക് കടന്നു ഗൈസ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെയും വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. വെളിയും തിന്നു, അകത്തും തിന്നു. പിന്നെ പപ്പ പോയി മേടിച്ചത് പിന്നെയും തന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ തിന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ്